റാലി ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അതുമായി സഹകരിക്കുന്ന എല്ലാ സാമൂഹ്യ സംഘടനകൾ, കോഴിക്കോട്ടെ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക നായകർ ഇവരെല്ലാം പങ്കാളിയാവുന്ന റാലിയാണ്. ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന റാലിയായിരിക്കും. അതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങളൊക്കെ നീങ്ങുകയാണ്. ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല. ഈ പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്നുള്ളതാണ് മുദ്രാവാക്യം. ഇതൊരു കാരണവശാലും നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 അത് പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശമാണ്. അന്തസ്സോടുകൂടി മനുഷ്യരായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ആണ് ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിൾ നൽകുന്നത്. ആ 21-ാം ആർട്ടിക്കിൾ പ്രകാരം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്നത് ഒരു കാരണവശാലും ഭരണഘടനാപരമല്ല. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 14 അത് ഒരു തരം വിവേചനവും ജാതിയുടെയോ മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ പേരിൽ പൗരന്മാരെന്ന് മാത്രമല്ല രാജ്യാതിർത്തിക്കകത്തുള്ള വ്യക്തികൾക്ക് ഒരു വിവേചനവും പാടില്ല. അത് ഭരണഘടന നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം മതാധിഷ്ഠിതമായ ഒരു പൗരത്വം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഭരണഘടനാപരമല്ല. അതിലെല്ലാം അപ്പുറത്ത് ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ വിശ്വാസ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ആ വിശ്വാസം പ്രചരിപ്പിക്കാൻ, ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഒക്കെ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണത്. അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിലുള്ള ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുക്കില്ല എന്നുള്ളൊരു വ്യവസ്ഥ ഭരണഘടനാപരമായിട്ട് ആ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് ഭരണഘടനാപരമല്ല. അതുകൊണ്ട് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായ പൗരത്വത്തെ സംബന്ധിച്ച മാനുഷികവും നൈതികവുമായ എല്ലാ കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായിട്ടുള്ളൊരു നിയമമാണ്. അതുകൊണ്ട് അത് നടപ്പാക്കില്ല എന്ന കാര്യം അതിശക്തമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി കോടതിയിൽ പോയിരിക്കുകയാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങൾ കോടതി പരിഗണനയിൽ നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിൽ തിടുക്കപ്പെട്ട് വിജ്ഞാപനം ഇറക്കിയാൽ ആ വിജ്ഞാപനം അനുസരിക്കാൻ പൗരന്മാർക്കോ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളായിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കോ ഒരു ഉത്തരവാദിത്വമില്ല. നമ്മൾ 4 വർഷം മുൻപ് 2020 ജനുവരിയിൽ ഇതേ കടപ്പുറത്ത് ഒരു മഹാറാലി സംഘടിപ്പിച്ചിരുന്നു. ആ രീതിയിൽ തന്നെയുള്ളൊരു റാലി ആയിരിക്കും ഇത്? അതിനേക്കാൾ പങ്കാളിത്തമുള്ള റാലി ആയിരിക്കും ഇത്. ആരൊക്കെയാണ് ഇതിലേക്ക് ക്ഷണിക്കുക? നമ്മൾ ഇതിൽ വിവിധ സാമൂഹ്യ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട്, പിന്നെ എഴുത്തുകാരും കലാകാരന്മാരുമായിട്ടുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ LDF-ലെ ഘടകകക്ഷികൾ മാത്രമാണോ? എല്ലാ പാർട്ടികൾക്കും വരാം. പൗരത്വ നിയമം നടപ്പാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇതിൽ കോൺഗ്രസ്സുകാർ പങ്കെടുക്കുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം എന്താണ്, അവർ പൗരത്വ നിയമമായി കഴിഞ്ഞു. പാർലമെൻറ്റ് അംഗീകരിച്ചൊരു നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ എന്ന RSSൻ്റെ അതേ കുറുഞ്ഞായം കെ സുരേന്ദ്രൻ്റെ വാദങ്ങളാണ് VD സതീശൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാം. കാരണം മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ CAA പിൻവലിക്കുമോ, ആ ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ കള്ളച്ചിരി ചിരിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സുധാകരൻ പക്ഷേ കയറി അറബിക്കടലിൽ കളയെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സുധാകരൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ്. മത്സരിക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ്. കേരളം പോലുള്ള സമൂഹത്തിൽ നയപരമായി NIA, UAPA, പൗരത്വ ഭേദഗതി, 370-ാം വകുപ്പ് എടുത്തുകളയിൽ ഈ കാര്യങ്ങളിലെല്ലാം കോൺഗ്രസ് ഇപ്പോഴും കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി അവരുടെ നിലപാട് ആദ്യം വ്യക്തമാക്കണം. മല്ലികാർജ്ജുന ഖാർഗെ നിലപാട് വ്യക്തമാക്കണം. ഞങ്ങൾ CAA-ക്കെതിരാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം എടുത്തുകളയും എന്നവർ പറയണം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു ഏറ്റവും ശക്തമായ ഒരു തിരുത്തൽ ശക്തിയായിരിക്കും ഇടതുപക്ഷം. എന്താണ്, ഈ CAA എടുത്തുകളയാൻ പറയും, 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കാൻ പറയും. NIA, UAPA നിയമത്തിൽ സംസ്ഥാനങ്ങളുടെ അനുവാദമില്ലാതെ സംസ്ഥാനങ്ങളിൽ കടന്ന് NIA-ക്ക് കേസെടുക്കാനുള്ള ആ വ്യവസ്ഥ എടുത്തു കളയാൻ പറയും. അപ്പോൾ സംഘപരിവാർ അവരുടെ ന്യൂനപക്ഷ വിരുദ്ധമായ മതനിരപേക്ഷ വിരുദ്ധമായ നിലപാടുകളിൽ നിന്ന് കൊണ്ടുവന്ന പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളെയും NIA ഇന്ത്യ മുന്നണിക്ക് മുൻകൈയുള്ളൊരു ഗവൺമെൻറ് വരികയാണെങ്കിൽ അതിൽ ഇടതുപക്ഷമുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ഇടതുപക്ഷം അതിനുവേണ്ടി വാദിക്കും. DMK ഉൾപ്പെടെയുള്ള, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള, RJD ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇടതുപക്ഷത്തിൻ്റെ ഇതേ നിലപാട് പങ്കിടുന്നവരാണ്. അങ്ങനെ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുക പരിപാടിക്ക്? ഇപ്പം ഞങ്ങളത് ആലോചിച്ചിട്ടില്ല. അത് സ്റ്റേറ്റ് തലത്തിലൊക്കെ ഒരു നയപരമായ പ്രശ്നമായിട്ട് വരേണ്ട ഒരു വിഷയമുണ്ട് അതിൻ്റെ അകത്ത്. ഇതിൽ NIA ഈ CAA എടുത്തു കളയണം എന്ന് നിലപാടുള്ള എല്ലാ ആളുകൾക്കും വരാം. അല്ലാതെ പാർലമെൻറ്റ് മുസ്ലിം അങ്ങനെ നിലപാടുണ്ടല്ലോ. നിലപാടുണ്ടെങ്കിൽ അവർക്ക് വരാവുന്നതാണ്. അവരെ ക്ഷണിക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുക. അതിനൊരു വിവാദത്തിനും ഞങ്ങളില്ല. അവർ വരുമോ വരില്ല എന്നുള്ളൊരു വിവാദത്തിന്, ഇത് വിവാദത്തിൻ്റെ സമയമല്ല. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇവിടെ പൗരരായി തുല്യാവകാശത്തോടു കൂടി ഈ രാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി
പോരാടേണ്ട സമയമാണ്. ആ പോരാട്ടത്തിൻ്റെ മുഖത്തെ ശിഥിലമാക്കുന്ന, അതിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഇടപെടലുകളും അനുവദിക്കാൻ പാടില്ല. ഈ പലസ്തീൻ വിഷയത്തിൽ ലീഗിനെ ക്ഷണിച്ചതും വലിയ ചർച്ച വിവാദമൊക്കെ ആയതാണ്. ആ സാഹചര്യത്തിൽ ലീഗിനെ ക്ഷണിക്കുന്നുണ്ടോ? ഒന്ന് തെരഞ്ഞെടുപ്പും കൂടെ വരുവാണ്, ആ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അല്ല, ലീഗിന് സ്വയം പറയാമല്ലോ, ഞങ്ങൾ ഇങ്ങനെയുള്ള CAA ഇപ്പം CAക്കെതിരായിട്ടുള്ള കേരളത്തിലുടനീളം പ്രതിഷേധങ്ങൾ വരികയാണ്. അത് ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിന് സ്വയം പ്രഖ്യാപിക്കാം, CAA വിഷയത്തിൽ അത് പിൻവലിക്കണമെന്ന നിലപാടുള്ള, അത് നടപ്പാക്കില്ല നിലപാടുള്ള എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിക്കും എന്ന് ലീഗിന് പറയാം. ലീഗ് അത് പറഞ്ഞില്ലെങ്കിലും ലീഗിൻ്റെ ഒരു സാമൂഹ്യ അടിത്തറ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളാണ്. ആ മുസ്ലിം വിഭാഗങ്ങൾക്കെല്ലാം ആ അഭിപ്രായമുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങൾ ഇന്ന് ഈ CAക്കെതിരായിട്ട് അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ക്ഷണിക്കാതെ അവർക്ക് വരാൻ വേണ്ടി കഴിയുമോ? അല്ല, ക്ഷണനം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നമാണ്. അവരെ ക്ഷണിക്കണോ വേണ്ടിയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പക്ഷേ അവരൊരു നയം വ്യക്തമാക്കണം. ഏത്? CAക്കെതിരായിട്ട് രാജ്യത്ത് നടക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും ഞങ്ങൾ പങ്കാളികളാകും എന്ന ഒരു തുറന്ന സമീപനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പരിപാടിയുടെ സംഘാടകൻ, കൺവീനർ എന്ന നിലയ്ക്ക് ലീഗിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, ലീഗ് ഉൾപ്പെടെയുള്ള ഏത് കോൺഗ്രസ്സുകാർക്കും ഈ CAA നടപ്പാക്കരുത്, പാർലമെൻറ്റ് അംഗീകരിച്ചൊരു നിയമം നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ നിർബന്ധിക്കുകയാണെങ്കിൽ അതിനെ ഒന്നിച്ചു നിന്ന് പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. CAA നടപ്പാക്കരുത് നിലപാടാണ് പ്രശ്നം. ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ ലീഗ് മാത്രമല്ല, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളെ ഇത്തരം ഒരു വേദിയിൽ കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് CPM-ആയിട്ട് ഇടതുപക്ഷത്തോട് ചേർന്നുള്ള യോജിച്ച സമരം ഇല്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ അസംബ്ലി ഒന്നിച്ച് പ്രമേയം പാസ്സാക്കിയതിന് ശേഷം CAA കാര്യത്തെ നമ്മൾ ഒന്നിച്ചിന്ന് പ്രക്ഷോഭം നടത്തിയതാണ്. ആ പ്രക്ഷോഭം ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തില്ല. എന്താ യോജിച്ച പ്രക്ഷോഭത്തിനില്ലാത്തത്? BJPയെ ചൊടിപ്പിക്കാൻ തയ്യാറില്ല. അങ്ങനെ നമ്മൾ ലീഗിനും UDF-നൊപ്പം നിൽക്കേണ്ട വരത്തില്ല ഒരു മുന്നണി നിലയ്ക്ക്. അതൊരു പ്രായോഗികമായ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രശ്നമാണ്. ആ പ്രായോഗിക പ്രശ്നങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഇത് എന്താണ്, നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നമാണ്. അതിജീവനത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ എന്താണ്, നമ്മൾ സംഘടിതമായ നമ്മുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഒരു കളത്തിൽ നിന്ന് ചിന്തിക്കരുത്, കുറച്ചും കൂടി വിശാലമാകേണ്ടി വരും. ഇപ്പം തന്നെ ഗുജറാത്തിൽ നിസ്കരിക്കുന്ന വിദ്യാർത്ഥികളാണ് ബോയ്സ് ഹോസ്റ്റലിൽ കയറിയിട്ട് RSSകാർ ആക്രമിച്ചത്. ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും കൂടി സംഭവിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്താണ്, ഒരു മതരാഷ്ട്രം ലക്ഷ്യം വെച്ച് RSS നടത്തുന്ന നീക്കങ്ങളിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക്, മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വംശീയ ഉന്മൂലനങ്ങൾക്ക് വിധേയമാകണം. അങ്ങനെ വംശീയ ഉന്മൂലനങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ആപത്തിൻ്റെ സന്ദർഭത്തിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് എല്ലാവരും ഒന്നിക്കുകയാണ്, കൈകോർക്കുകയാണ് വേണ്ടത്. അങ്ങനെ ലീഗ് സന്നദ്ധാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലീഗിനെ ഞങ്ങൾക്ക് ക്ഷണിക്കുന്നതിൽ തടസ്സമില്ല. അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആയതുകൊണ്ടൊരു വിവാദത്തിലേക്കില്ല, ലീഗ് വരുവാണെങ്കിൽ വരട്ടെ എന്ന നിലപാടാണ്. അതെ, ലീഗിന് വരാം, കോൺഗ്രസിനും വരാം. പക്ഷേ നിലപാടാണ് പ്രശ്നം. നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിലപാടെന്താണ്? നമ്മുടെ നിലപാടെന്താണ്? CAA നടപ്പാക്കരുതെന്നാണ്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? CAA നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. അത് കെ സുരേന്ദ്രൻ്റെ നിലപാടാണ്. കെ സുരേന്ദ്രൻ്റെ നിലപാട് നിൽക്കുന്ന കോൺഗ്രസിന് ഇതുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല. ആ കെ സുരേന്ദ്രൻ്റെ നിലപാട് ആവർത്തിക്കുന്ന VD സതീശൻ്റെ നിലപാടിനോട് ലീഗിന് യോജിപ്പുണ്ടോ എന്ന കാര്യം ലീഗ് വ്യക്തമാക്കേണ്ടി വരും. ഇത് മൃദുഹിന്ദുത്വ സമീപനം മാത്രമല്ല, ഒരു രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു ജനത ആ രാജ്യത്ത് അപരരായി, അന്യരായിത്തീരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് ഇത് ഒരു മൃദുഹിന്ദുത്വത്തിൽ അപ്പുറത്ത് എന്താണ്, നാസികളൊക്കെ ഉപയോഗിച്ച വംശീയ ഉന്മൂലനത്തിൻ്റെ, വംശീയ ഉച്ചാടനത്തിൻ്റെ ഒരു നിയമനിർമ്മാണമാണ് ഈ പൗരത്വ നിയമം എന്നത്. സംസ്ഥയെ ക്ഷണിക്കുന്നുണ്ടോ? എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നുണ്ട്. സംസ്ഥയൊക്കെ ഓൾറെഡി ഈ ഭരണഘടനാ സംരക്ഷണ സമിതിയിലുള്ളതാണ്. അധ്യക്ഷനാരായിരിക്കും? കഴിഞ്ഞ തവണ ആലിക്കോട്ടെ മുസ്ലിയാറായിരുന്നു അധ്യക്ഷൻ. അല്ല, ഈ പ്രാവശ്യം ഒരു കോഴിക്കോട്ട് നിന്നുള്ള ഒരു MP എന്നുള്ള നിലക്ക് എളമരം കരീമായിരിക്കും അധ്യക്ഷൻ. അദ്ദേഹമാണല്ലോ കോഴിക്കോട്ട് നിന്ന് പാർലമെൻറ്റ് പ്രതി. ഈ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും പാർലമെൻറ്റിൽ തുടർച്ചയായി എതിർത്തു പോന്ന, ഒറ്റപ്പെടുന്നതുകൊണ്ട് ഭയപ്പെടുന്നില്ലെന്നും ഞാൻ ഒരാളാണെങ്കിലും എൻ്റെ ജീവൻ പോകുന്നവരെ ഇതിനെതിരായി പോരാടുമെന്ന് അമിത്ഷായെ നോക്കി ധീരമായി പറയാൻ സന്നദ്ധമായ ഒരു പാർലമെൻറ്റേറിയൻ കൂടിയാണ് അദ്ദേഹം. MP അധ്യക്ഷനാകുമ്പം ഒരു പക്ഷേ UDF ഒക്കെ അതൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആയതുകൊണ്ട് സ്ഥാനാർത്ഥിയും കൂടിയല്ലേ. അല്ല, ഇതിനൊരു രാഷ്ട്രീയം ഉണ്ട്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? എന്താണ്? ഈ BJP മുന്നോട്ട് വെക്കുന്ന ഈ ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ള ഇത്തരം നിയമനിർമ്മാണങ്ങളെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും അതിശക്തമായി എതിർക്കുക എന്നതാണ്. അങ്ങനെയുള്ളൊരു എതിർപ്പിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര മണ്ഡലം, ഒരു പ്രത്യയശാസ്ത്ര തറ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അത്തരം ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.